സുഹൃത്തുക്കളെ, തിരുവനന്തപുരത്തെ മാലിന്യങ്ങൾ അങ്ങനെ തന്നെ ഒരു തമ്പനയിൽ ഈ വിഷയത്തിൽ ഇടണം എന്ന് കരുതി തന്നെയാണ് നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത, കേരളം നമ്പർ 1 ആണ് എന്ന് പൊതുവെ നമ്മൾ പല കാര്യത്തിലും പറയാറുണ്ട്. പല കാര്യത്തിലും നമ്മൾ അങ്ങനെ തന്നെയാണ്. പല കാര്യത്തിലും ഇവിടുത്തെ ജനങ്ങൾ മാതൃക തന്നെയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ, ഇത്ര വലിയ മാലിന്യ ബോംബിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് കൃത്യമായി തെളിയിക്കുന്ന ഒരു സംഭവമായി മാറി എന്നുള്ളത് തന്നെയാണ്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണ് എന്നതാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ളത്. ഒന്ന് ആദ്യം തന്നെ പറയട്ടെ, ജോയി എന്ന ആ മനുഷ്യന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നമുക്കൊക്കെ വേണ്ടി ഈ നഗരത്തെ ശുദ്ധമാക്കാൻ വേണ്ടി ഇറങ്ങിയ മനുഷ്യനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. തൻ്റേതല്ലാത്ത കാരണത്താൽ ജീവൻ നഷ്ടപ്പെട്ടു. അതിന് ഭരണ സംവിധാനങ്ങൾ കാരണമാണ്. നമ്മൾ ഓരോരുത്തരും വലിച്ചെറിയുന്ന മാലിന്യങ്ങളും നമ്മൾ ഓരോരുത്തരുടെയും പ്രവൃത്തിയും അതിൻ്റെ ഭാഗമാണ് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. രണ്ടാമത്, അവിടെ പണിയെടുത്ത ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, NDRF ഉദ്യോഗസ്ഥർ, ഏറ്റവും ഒടുവിൽ വന്ന നേവി ഉദ്യോഗസ്ഥർ. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്. അവരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്. ഈ മാലിന്യ നദിക്കടിയിൽ കൂടി ജോയിയെ തെരഞ്ഞുള്ള അവരുടെ യാത്ര കേരളം വലിയ ഞെട്ടലോടുകൂടിയാണ് കണ്ടത്. പലയിടത്തും പല ദുരിതാശ്വാസ സംഭവങ്ങളും പല അക്രമ സംഭവങ്ങളിലും ഉണ്ടാകുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നമ്മൾ വേദനയോടെയും ഞെട്ടലോടെയും ഒക്കെ കാണാറുണ്ട്. പക്ഷേ ഈ സംഭവം അല്പം ലജ്ജയോടുകൂടിയാണ് കണ്ടത് എന്ന് തന്നെ പറയേണ്ടി വരും. ഒന്ന്, ഇങ്ങനെയാണോ നമ്മുടെ നഗര സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്? അതായത് നഗരത്തിലെ മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന വളരെ ഗൗരവമേറിയ സംശയം തോന്നിപ്പിക്കുകയാണ്. ഭരണ സംവിധാനങ്ങളെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം ജനങ്ങൾ എന്താണ് അവിടെ ചെയ്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇത് കേവലം തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള മാത്രം കാര്യമല്ല. കൊച്ചിയോ കോഴിക്കോടോ അങ്ങനെ നമ്മുടെ വൻ നഗരങ്ങൾ എവിടെ എടുത്താലും ഇത്തരം ആമയിഴഞ്ചാൻ തോടുകൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തന്നെ മറക്കാതെ ആ യാഥാർത്ഥ്യബോധത്തോടു കൂടി സംസാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ദുരന്തം കേരളത്തെ ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടുന്നൊരു സംഭവമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ എത്രമാത്രം യാതൊരു നഗരാസൂത്രണവും ഇല്ലാതെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ലോകത്തോട് നമ്മൾ തന്നെ വിളിച്ച് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സംഭവമായി എന്ന് തന്നെ തോന്നിപ്പോവുകയാണ്. ജോയി അബദ്ധത്തിൽ വീണുപോയി. അതായത് ഈ മാലിന്യം നീക്കുന്നതിനിടെ അദ്ദേഹത്തിന് ഇതിൽ പെട്ടുപോകേണ്ടി വന്നു എന്നുള്ള യാഥാർത്ഥ്യം, അത് മലയാളികളുടെ കണ്ണ് തുറപ്പിക്കുന്നത്, മലയാളികളെ ലോകത്തിൻ്റെ മുന്നിൽ തുറന്ന് കാട്ടുന്നതിന് വേണ്ടിയുള്ളൊരു സംഭവമായി മാറിപ്പോയി എന്നുള്ളതാണ് കഴിഞ്ഞ 3 ദിവസത്തെ തത്സമയ സംപ്രേഷണങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. അവിടെ നമ്മുടെ നഗരസഭകൾ എന്താണ് പ്രവർത്തിക്കുന്നത്? നഗരസഭ എന്നുണ്ടോ? യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി മാലിന്യ സംസ്കരണം എന്നുള്ളത് നഗരസഭകളുടെ ഉത്തരവാദിത്തമാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അവരാണ് അതിൽ നടപടികളൊക്കെ സ്വീകരിക്കാറുള്ളത്. തിരുവനന്തപുരത്തെ മാലിന്യ സംസ്കരണ കാര്യത്തിൽ ആറ്റുകാൽ, പൊങ്കാല അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് ശേഷം ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് നഗരം വൃത്തിയാക്കുന്ന അവിടുത്തെ നഗരസഭാ ജീവനക്കാരെയും നമുക്കറിയാം. അവരെയൊക്കെ അവരെടുക്കുന്ന വലിയ ശ്രമങ്ങളെ നമിക്കാതെ വയ്യ. പക്ഷേ അതിനപ്പുറത്തേക്ക് തിരുവനന്തപുരത്തിൻ്റെ തോടുകൾ ഇത്തരം മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളാണ്, കയ്യേറ്റ കേന്ദ്രങ്ങളാണ്. നമ്മുടെ നഗരത്തിലെ ഓരോ ചെറിയ പാതകളും കയ്യേറ്റങ്ങളാണ്. സ്വകാര്യ സ്ഥാപനങ്ങളടക്കം കയ്യേറ്റം നടത്തിയാണ് ഇത്തരം തോടുകളൊക്കെ അടഞ്ഞു പോകുന്നത് എന്ന യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുകയാണ്. അത് കേവലം ഇപ്പോൾ മാത്രം കണ്ടതല്ല. ഓപ്പറേഷൻ അനന്തയിലൂടെ ജിജി തോംസൺ ഉൾപ്പെടെ ചീഫ് സെക്രട്ടറി നടത്തിയ ആദ്യഘട്ട പ്രവർത്തനം LDF സർക്കാർ വന്നതോടെ നിലച്ചുപോയി എന്നുള്ളതാണ് അദ്ദേഹം തുറന്നു പറയുക തന്നെ ചെയ്തത്. അദ്ദേഹം ക്യാബിനറ്റിൽ അതിശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ്, അതായത് കയ്യേറ്റക്കാരെ അതിനെതിരെ നടപടി താൻ സ്വീകരിക്കും, ഒരൊറ്റ മന്ത്രി പോലും ഇതിൽ ഇടപെടാൻ പാടില്ല എന്ന ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് അന്ന് അദ്ദേഹം ആ പ്രവർത്തനം നടത്തിയത്. അങ്ങനെ ആദ്യഘട്ട പ്രവർത്തനം ഒരു പരിധിവരെ നടന്നതുകൊണ്ടാണ് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡ് അടക്കമുള്ള മേഖലകളിൽ പലപ്പോഴും മുൻപുണ്ടായിരുന്ന അത്ര വെള്ളക്കെട്ട് ഉണ്ടാകാത്തത്. പക്ഷേ SS കോവിൽ റോഡിലടക്കം ഇപ്പോഴും ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ഒക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒക്കെയും അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങൾ കൊണ്ടൊക്കെയും വെള്ളക്കെട്ട് അവിടെ ഇപ്പോഴും രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരു ഘട്ടം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല ഓപ്പറേഷൻ അനന്ത എന്ന യാഥാർത്ഥ്യം കൂടി യഥാർത്ഥത്തിൽ തുറന്ന് കാട്ടുന്നൊരു സംഭവമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. രണ്ടാമത്, എന്തൊരു അല്പത്തരമാണ് നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം തന്നെ പറയട്ടെ, നഗരത്തിൻ്റെ ചുമതലയുള്ള നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയ
പ്രതികരണങ്ങൾ, അതായത് സംഭവം കൈവിട്ടു പോയി എന്ന് ആര്യക്കൊപ്പമുള്ള ആര്യയെ പറഞ്ഞ് മനസ്സിലാക്കി. അതോടെ നേരെ റെയിൽവേയുടെ മുകളിലേക്ക് ചാരി രക്ഷപ്പെടാനുള്ള ശ്രമം തന്നെയാണ് ആര്യ നടത്തിയത്. അതായത് റെയിൽവേയുടെ ഭാഗത്ത് ഉണ്ടായ വീഴ്ചയാണ്, അവിടുത്തെ മാലിന്യം നീക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് വരുത്തി തീർക്കാൻ ഇത്രയധികം വലിയ ദുരന്തം നടത്തുമ്പോഴും ആര്യ കാണിച്ചത് അത് അല്പത്തരമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പക്വതയും ആര്യയ്ക്കില്ല എന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് ആ സംഭവം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന തോടാണ് ആമയിഴഞ്ചാൻ തോട്. അതിന് മേയർ എന്തൊക്കെ ന്യായങ്ങളാണ് പറഞ്ഞത്? റെയിൽവേയുടെ കുപ്പികളാണ് അവിടെ കിടക്കുന്നത്, അതിന് മുൻപുള്ള വീടുകളിൽ നിന്നടക്കം ഒഴുകി വന്ന സാനിറ്ററി പാഡുകൾ അടക്കം എല്ലാ തരത്തിലും ഫ്ലാറ്റുകളിൽ നിന്നടക്കം പുറന്തള്ളുന്ന എത്രയെത്ര മാലിന്യങ്ങളുടെ വലിയ കേന്ദ്രമാണ് ആ തോട് എന്നുള്ളത് റെയിൽവേയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള ഭാഗത്ത് തന്നെ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ തന്നെ തെളിവാണ്. റെയിൽവേക്ക് ഉൾഭാഗത്ത് ആ തോട് പോകുന്നിടത്ത് കുറച്ച് കൺജസ്റ്റഡ് ആണ്, ഇടുങ്ങിയ ഭാഗമുള്ളത് കൊണ്ട് അവിടെ കുറച്ച് അടിയുന്നു എന്നുള്ളതാണ്. പക്ഷേ റെയിൽവേ ആണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറയുന്ന മേയർ മൃതദേഹം ഉൾപ്പെടെ അതുവഴി കടന്നുപോയി, ഇത് ഇടുങ്ങിയത് കൊണ്ടാണ് എന്നതടക്കമുള്ള ന്യായമാണ് നിരത്തി. പക്ഷേ ഈ മൃതദേഹം അടക്കം, ജോയിയുടെ ദേഹമടക്കം അതിനും 1 കിലോമീറ്റർ താഴെ നിന്നാണ് കിട്ടിയത് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുകയാണ്. അതായത് ഒരു പരിധിവരെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് ഏകോപിപ്പിച്ച് നടപടിയെടുക്കാൻ ചീഫ് സെക്രട്ടറിക്ക് അധികാരമുണ്ട് എന്നതിനെയാണ് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ ജിജി തോംസൺ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ഇരിക്കെ സംസ്ഥാന സർക്കാരിൻ്റെ റോൾ അവരും ചെയ്തില്ല, ചീഫ് സെക്രട്ടറിമാരും ചെയ്തില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഏതാണ്ട് 700 കോടിയോളം രൂപ കേന്ദ്ര സർക്കാർ സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി കൊടുക്കുമ്പോൾ നമ്മുടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എത്രത്തോളം പരാജയമാണ്, അതിന് നമ്മുടെ നഗരസഭകൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നു എന്നതുകൂടി ചൂണ്ടിക്കാണിക്കുന്ന സംഭവമായി പോയി തിരുവനന്തപുരത്ത് ഉണ്ടായത് എന്ന യാഥാർത്ഥ്യം നമുക്ക് മറക്കാതിരിക്കാൻ കഴിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ നഗരസഭ യുടെ കുഴപ്പം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല ഇത് എന്ന യാഥാർത്ഥ്യം. ഇത് കാലങ്ങളായി ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് മറ്റ് റെയിൽവേയുടെ മുകളിൽ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാർക്കുമൊക്കെ അറിയാവുന്ന യാഥാർത്ഥ്യങ്ങളാണ്. മേയർ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് ഈ സംഭവത്തിൽ മേയറുടെ പ്രതികരണത്തിൽ നിന്ന് ഒരു പരിധിവരെ തോന്നുന്നത്. ഒരു പരിധിവരെ മന്ത്രി എം ബി രാജേഷും സമാനമായ പ്രതികരണം നടത്തുന്നു. പക്ഷേ വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണത്തിൽ അത് ആരെങ്കിലും കുറ്റപ്പെടുത്തേണ്ട സമയമല്ല ഇത് എന്നെങ്കിലും പറയാനുള്ള യാഥാർത്ഥ്യബോധം അദ്ദേഹം കാണിച്ചു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒരു ദുരന്തമുണ്ടാകും, ആ ദുരന്തത്തിൽ പെട്ടയാളുടെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്നറിയാത്ത സമയത്ത് പോലും ഇത്തരം വിവാദങ്ങളിലേക്ക്, അതായത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, 1 വർഷം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എന്ന തോന്നലിൻ്റെ പുറത്തായിരിക്കണം അത്തരം പ്രതികരണങ്ങൾ വന്നത് എന്ന് തന്നെ സംശയിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം പറയാം, ഇതിൻ്റെ ആകമൊത്തം തുക നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന മാലിന്യ സംസ്കരണം എന്താണ് എന്ന് ലോകത്തോട് നിങ്ങൾ വിളിച്ചു പറഞ്ഞു, അതിനുള്ള സംഭവമായി കഴിഞ്ഞു. ഇനിയെങ്കിലും ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടാൻ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈ എടുക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം നഗരസഭയ്ക്ക്, കൊച്ചി നഗരസഭയ്ക്ക്, കോഴിക്കോട് കോർപ്പറേഷനൊക്കെ അതിൽ പ്രത്യേക റോളുകളുണ്ട് എന്ന കാര്യവും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ് എന്നുള്ളത് കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും താല്പര്യപ്പെടുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. നന്ദി.